പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്താനൊരുങ്ങി LDF. ഒക്ടോബർ 2-ന് കോഴിക്കോടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുക. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കൾക്ക് വേദിയിൽ ഇടമുണ്ടാകില്ല. അയ്യപ്പ സംഗമത്തിന്റെ ക്ഷീണം തീർക്കാൻ പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി LDF. മുതലക്കുളം മൈതാനിയിൽ 10,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കളും സമുദായ പണ്ഡിതരും പ്രത്യേക ക്ഷണിതാക്കളാവില്ല. അവരൊക്കെ ഞങ്ങൾ ഓഡിയൻസ് ആയിട്ട് ക്ഷണിക്കുകയല്ലേ. ഇത് LDFന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു സ്വീകരണം കോഴിക്കോടാണ് പ്ലാൻ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആലോചിച്ച പരിപാടിയാണ്. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബ്ദുൾ ഷാവേസ് മുഖ്യാതിഥിയാവുന്ന ഐക്യദാർഢ്യ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. അയ്യപ്പ സംഗമത്തിന് പകരമല്ല പലസ്തീൻ ഐക്യദാർഢ്യ സംഗമമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചോ ഒന്നും അങ്ങനെ ഒരു വിഷയമല്ല. കാരണം കേരളം മുറുകെ പിടിക്കുന്നത് മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്. ആ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇന്ന് ആരാധനാലയങ്ങളെ വർഗീയവൽക്കരിക്കുന്ന BJPയുടെ കാവ്യവൽക്കരണ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഒരു സംഭവമാണ് അയ്യപ്പ സംഗമം. ന്യൂനപക്ഷ സംഘടനകളിലെ ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിക്കും, പക്ഷേ പ്രാസംഗികരായിരിക്കില്ല. ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ LDF നേതാക്കൾ മാത്രമാകും വേദിയിലുണ്ടാവുക. അമൃത ന്യൂസ്, കോഴിക്കോട്.